ഞാൻ പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നാണ് ഇന്നലെ KPC പ്രസിഡന്റിന് മെയിൽ ചെയ്തിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള ചില പ്രയാസങ്ങൾ കൊണ്ടാണ് ഉണ്ടായിട്ടുള്ള സാഹചര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽ KSUവിലും യൂത്ത് കോൺഗ്രസിലുമൊക്കെ വളരെ ചെറുപ്പപ്രായത്തിൽ മുതൽ പാർട്ടിയുടെ അടിത്തട്ടിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രവർത്തകനാണ് ഞാൻ. ഇന്നേ വരെ പാർട്ടിയുടെ എല്ലാ മാറ്റി നിർത്തപ്പെടുമ്പോഴും മാറി നിന്ന് മാത്രമാണ് ഇതുവരെയും ഞാൻ ശീലിച്ചിട്ടുള്ളത്. എപ്പോഴും മറ്റ് ആളുകൾ തിരക്കുമ്പോൾ ഞാനത് മാറി നിന്ന് മാത്രമാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ നെന്മാറ നിയോജക മണ്ഡലത്തിൽ അവിടുത്തെ പ്രവർത്തകർ വ്യാപകമായി എല്ലാ ആളുകളും എന്നെ ബന്ധപ്പെടുകയും മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ഉണ്ടായി. അവിടുത്തെ പാർട്ടിയുടെ ഭാരവാഹികളും ഒക്കെ തന്നെ എന്നോട് കോൺഗ്രസിലെ നേതൃത്വം അവിടെ മത്സരിക്കുന്നതിന് വേണ്ടി മത്സരിക്കേണ്ടി വരുമെന്ന് സൂചന നൽകിയിട്ടുള്ളതുമായിരുന്നു. പിന്നീട് അവിടെ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായി, പരിഗണിക്കപ്പെടാതെ പോയി. അപ്പോൾ കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ 15 വർഷം കൗൺസിലറായിരുന്ന ഞാൻ അവിടെ പരിഗണിക്കപ്പെടാതെ ഞാൻ മാറി നിൽക്കുകയും മാറ്റി നിർത്തപ്പെടുകയൊക്കെ ഉണ്ടായി. അപ്പോൾ നിരന്തരമായി ഇത്തരത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം ചില നേതാക്കൾ, കോൺഗ്രസിൻ്റെ പ്രവർത്തകരോ സാധാരണക്കാരായ നിരവധിയായിട്ടുള്ള പ്രവർത്തകർ അവരുടെ ചോരയും നീരും ഇറക്കിയാണ് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിരവധിയായ ആളുകൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ ചില നേതാക്കൾ ഈ പാർട്ടിയുടെ വിജയ സാധ്യതയുള്ള ആളുകളെ പരിഗണിക്കപ്പെടാതെയും തൻ്റെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കണമെന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പുമായൊക്കെ തന്നെ ബന്ധപ്പെട്ട് ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ അത് പൂർണ്ണമായും അത് പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ പല തെരഞ്ഞെടുപ്പിൻ്റെ പരിപാടികളിലൊക്കെ തന്നെ അറിയിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ ആണ് ഞാൻ എൻ്റെ ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും സ്വയം എൻ്റെ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, വ്യക്തിപരമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ DCC ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇന്നലെ തന്നെ KPC പ്രസിഡന്റിന് കത്ത് നൽകിയിട്ടുള്ളത്. ഞാൻ മത്സരിക്കുന്നതിനെക്കുറിച്ച് ഒന്നും തന്നെ തീരുമാനിച്ചിട്ടില്ല. എൻ്റെ കൂടെയുള്ള പ്രവർത്തകരും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെയും അഭിപ്രായത്തിനനുസരിച്ച് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. മത്സരിക്കുന്നതിനെക്കുറിച്ചോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. മറ്റ് പാർട്ടിയിൽ ചേരുമായി ബന്ധപ്പെടുകയോ അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്ക് ഞാൻ കടന്നിട്ടില്ല. ഞാൻ ജനറൽ സെക്രട്ടറി സ്ഥാനം മാത്രമാണ് ഇല്ല, മറ്റു പാർട്ടികളിൽ നിന്ന് ബന്ധപ്പെടുകയോ അത്തരത്തിലുള്ള സംസാരിക്കുകയോ ഉണ്ടായിട്ടില്ല. പ്രാഥമിക അംഗത്വം നിന്ന് രാജിവെച്ചില്ല. DCC ജനറൽ സെക്രട്ടറി ആ സ്ഥാന പോസ്റ്റിൽ നിന്നാണ് ഞാൻ രാജിവെച്ചിട്ടുള്ളത്. മറ്റു പാർട്ടികൾ സമീപിച്ചാൽ എന്തായിരിക്കും താങ്കളുടെ? അല്ല, അത്തരത്തിലുള്ള തീരുമാനങ്ങളൊന്നും തന്നെ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി കോൺഗ്രസ്സിന് വേണ്ടി ചുമരെഴുതിയും പോസ്റ്റർ ഒട്ടിച്ചും അഭ്യർത്ഥന കൊടുത്തും ഇപ്പോഴും ഈ സ്ഥാനത്തുള്ളപ്പോഴൊക്കെ തന്നെ ഞാൻ അത്തരത്തിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ്സിന് വേണ്ടി അഭ്യർത്ഥന കൊടുക്കാനും സ്ലിപ്പ് കൊടുക്കാനും എൻ്റെ ബൂത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ്. ചുമരെഴുതി മുൻകാലങ്ങളിലൊക്കെ തന്നെ ചുമരെഴുതുന്ന, ഇപ്പോൾ അതില്ല, എല്ലാം ഇപ്പോൾ ഇല്ല, ഫ്ലക്സാണ്. എങ്കിൽ പോലും ആ കാലഘട്ടം മുതൽ കോൺഗ്രസ്സിന് വേണ്ടി താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. നിങ്ങൾ അന്വേഷിച്ചാൽ നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ വീട്ടിലെ മുഴുവൻ ആളുകൾ കോൺഗ്രസ്, എൻ്റെ അച്ഛനാണെങ്കിലും ഒക്കെ തന്നെ കോൺഗ്രസ്സിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുകയും ഒരുപാട് നഷ്ടങ്ങളൊക്കെ തന്നെ കോൺഗ്രസ്സിന് വേണ്ടി നൽകിയിട്ടുള്ള ആളുകളാണ് ഞാനാണെങ്കിലും. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ ഞാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. വിഭാഗീയത ചില ആളുകളുടെ ഗ്രൂപ്പാണ് എന്ന് പറയാൻ ഒന്നും കഴിയില്ല. എങ്കിലും വിഭാഗീയത ചില ആളുകൾ, നേതൃത്വത്തിലുള്ള ചില ആളുകൾ മനഃപൂർവ്വം മാറ്റി നിർത്തുന്ന ഇതായി എനിക്ക് പലപ്പോഴായി ഈ വിഷയത്തിൽ മാത്രമല്ല പലപ്പോഴായി അനുഭവപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഈ സ്ഥാനം എന്ന ഉദ്ദേശത്തോടു കൂടി രാജിവെച്ചിട്ടുള്ളത്.